ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നമ്മളിൽ പലരും ശനിദോഷങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ്. ചിലർക്ക് ശനി ദശാകാലമാണ്, ചിലർക്ക് ഏഴര ശനി, അതുപോലെ തന്നെ കണ്ടകശനി, ഇങ്ങനെയുള്ള ചില ഗ്രഹദോഷങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണ്. എന്തു തന്നെയായാലും ഇപ്പോഴത്തെ ഒരു കാലഘട്ടം പല നക്ഷത്രജാതർക്കും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് പ്രധാനമായും നമ്മൾ നോക്കിക്കാണുന്നത്. ആരാണ് ശനിദേവൻ? അദ്ദേഹം എന്തിനാണ് നമ്മളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ഉപദ്രവത്തിൽ നിന്നും നമുക്ക് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും? ആരെയാണ് അദ്ദേഹം ഉപദ്രവിക്കുന്നത്? ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. സൂര്യഭഗവാന്റെ ഭാര്യയാണ് സന്ധ്യ. ദക്ഷപ്രജാപതിയുടെ മകളാണ് സന്ധ്യ. സൂര്യദേവനും സന്ധ്യാദേവിയും വളരെ സന്തോഷത്തോടു കൂടിയാണ് ജീവിച്ചു പോന്നിരുന്നത്. അവർക്ക് 3 കുട്ടികളുമുണ്ടായി. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഈ സൂര്യഭഗവാന്റെ അതിതീക്ഷണമായ ചൂട് സന്ധ്യാദേവിക്ക് താങ്ങാൻ സാധിക്കുമായിരുന്നില്ല. അങ്ങനെ സന്ധ്യാദേവി ഒരു ദിവസം തൻ്റെ പിതാവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. എന്നിട്ട് അവിടെ ചെന്നിട്ട് എനിക്ക് സൂര്യഭഗവാന്റെ കൂടെ താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതിതീക്ഷണമായ ചൂടാണ് എന്നൊക്കെ പറയുന്നു. പക്ഷേ വീട്ടിൽ നിന്നും അത്ര അനുകൂലമായ മറുപടി ആയിരുന്നില്ല ലഭിച്ചത്. അതിനുശേഷം സന്ധ്യാദേവി തൻ്റെ തന്നെ ഒരു നിഴലിനെ അവിടെ സൃഷ്ടിക്കുന്നു. ആ നിഴലാണ് ഛായാദേവി. നിഴൽ യഥാർത്ഥ സന്ധ്യാദേവിയെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ഈ ഛായയ്ക്ക്, അതായത് തൻ്റെ നിഴലിന് സുവർണ എന്ന പേര് സന്ധ്യാദേവി കൊടുക്കുന്നു. അങ്ങനെ ഈ ഛായാദേവിയോട്, അതായത് തൻ്റെ തന്നെ ഛായയോട് സൂര്യദേവൻ്റെ അടുത്തേക്ക് പോകാനും അവിടെ തനിക്ക് പകരമായി തൻ്റെ കുട്ടികളെയൊക്കെ നോക്കി ഭർത്താവിനെ ശുശ്രൂഷിച്ച് താമസിക്കാനുമായിട്ട് പറയുന്നു. എന്തെങ്കിലും ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഓടി വരാം എന്ന് പറയുകയും ചെയ്യും. അങ്ങനെ സന്ധ്യാദേവിയുടെ താല്പര്യപ്രകാരം ഈ ഛായാദേവി സൂര്യഭഗവാന്റെ അടുത്തേക്ക് പോവുകയും മക്കളെയൊക്കെ നോക്കി സൂര്യദേവൻ്റെ കൂടെ താമസിക്കുകയും ചെയ്യുന്നു. സൂര്യഭഗവാന് ഇത് തൻ്റെ ഭാര്യയായ സന്ധ്യാദേവി തന്നെയാണ് എന്നാണ് തോന്നിയിരുന്നത്. കാരണം അത്രയ്ക്ക് സാദൃശ്യമായിരുന്നു ഇവർ രണ്ടുപേരും തമ്മിൽ. ഒരിക്കൽ പോലും സൂര്യദേവന് ഇത് തൻ്റെ ഭാര്യയല്ല, അതായത് സന്ധ്യാദേവി അല്ല എന്നൊരു തോന്നൽ ഉണ്ടായതുമില്ല. ഈ ഛായാദേവിക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. വലിയ ശിവഭക്തയായിരുന്നു. എപ്പോഴും പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ കാലക്രമേണ ഛായാദേവി പ്രസവിക്കുന്നു. ഛായാദേവി പ്രസവിച്ച പുത്രനാണ് ശനീശ്വരൻ, ശനി ഭഗവാൻ. പക്ഷേ എന്തുകൊണ്ടോ ഈ സൂര്യദേവൻ്റെ അതികഠിനമായ ചൂട് ഏറ്റിട്ടാകാം ഈ ശനീശ്വരന്, ഈ ശനി ഭഗവാന് കറുത്ത നിറമായിരുന്നു. സൂര്യദേവന് ഈ കുട്ടിയെ കണ്ട ഉടൻ തന്നെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്തോ ഈ കറുത്ത നിറത്തിനോട് ഒരു ഇഷ്ടക്കേട് സൂര്യദേവന് തോന്നുകയും ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള വർത്തമാനങ്ങൾ ശനിദേവനോട് പറയുകയും ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ സൂര്യഭഗവാന്റെ തേജസ്സൊക്കെ മങ്ങുകയും അവിടെ ഒരു ഗ്രഹണം പോലെ സംഭവിക്കുകയും ചെയ്യുന്നു. അതോടുകൂടി സൂര്യദേവൻ്റെ രഥം നിന്നുപോകുന്നു. സൂര്യദേവനാകെ ഇരുണ്ട് ശോഭ മങ്ങിയ അവസ്ഥയിലായി മാറുന്നു. ആ സമയത്ത് മഹാദേവൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. അമ്മയുടെ അതേ ഭക്തി തന്നെയായിരുന്നു ശനീശ്വരനും മഹാദേവനോട് ഉണ്ടായിരുന്നത്. അതായത് അമ്മയ്ക്കും മകനും ശിവഭഗവാനോട്, മഹേശ്വരനോട് വലിയ ഭക്തിയായിരുന്നു. ഭഗവാന്റെ ഭക്തരായിരുന്നു ഇവർ രണ്ടുപേരും. പെട്ടെന്ന് തന്നെ മഹാദേവൻ അവിടെ പ്രത്യക്ഷപ്പെടുകയും, കാരണം സൂര്യഭഗവാന്റെ സഞ്ചാരം
ഇല്ലാതായി കഴിഞ്ഞാൽ, ഭഗവാന്റെ തേജസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പ്രപഞ്ചം നിലനിൽക്കുകയില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മഹാദേവൻ അവിടെ പ്രത്യക്ഷപ്പെടുകയും ഈ മകനെ സ്വീകരിക്കണമെന്നും ഈ മകൻ വലിയവനാകുമെന്നും, അതായത് നന്മ ചെയ്യുന്നവനാകുമെന്നും, ഇവൻ ഭാവിയിൽ വളരെയധികം അറിയപ്പെടുന്നവനാകുമെന്നും, നല്ല പ്രവർത്തികൾ ചെയ്യുന്നവരെ അനുഗ്രഹിക്കുമെന്നും, വലിയ തേജസ്വിയാണെന്നുമൊക്കെ പറഞ്ഞ് സൂര്യഭഗവാനെ വിശ്വസിപ്പിക്കുന്നു. അതായത് മകനെ പറ്റിയിട്ടുള്ള നല്ല കാര്യങ്ങൾ സൂര്യഭഗവാനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. മകനെ അംഗീകരിക്കാൻ പറയുന്നു. മകൻ തേജസ്വിയാണെന്നും ശ്രേഷ്ഠനാണെന്നും ധർമ്മനിരതനാണെന്നും തെറ്റ് ചെയ്യുന്നവരെ മാത്രമേ ശിക്ഷിക്കുകയുള്ളൂ എന്നും കർമ്മഫലം ഓരോരുത്തരുടെയും കർമ്മഫലം നൽകുന്നവനാണ് എന്നുമൊക്കെ പറഞ്ഞ് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തുന്നു മഹേശ്വരൻ സൂര്യദേവനെ. അങ്ങനെ മകൻ ശ്രേഷ്ഠനാണ് എന്ന് മനസ്സിലാക്കുകയും മകനെ അംഗീകരിക്കുകയും ചെയ്യുന്നു സൂര്യഭഗവാൻ. അങ്ങനെ മഹാദേവൻ്റെ അനുഗ്രഹത്താൽ നഷ്ടപ്പെട്ട തേജസ് സൂര്യഭഗവാൻ വീണ്ടെടുക്കുന്നു. ഇവിടെ ശനിദേവനോട് സൂര്യഭഗവാന് അല്പം അനിഷ്ടമുണ്ടായപ്പോൾ പിതാവായ സൂര്യദേവന് പോലും ദോഷം സംഭവിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ശനിഗ്രഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ കർമ്മഫലങ്ങളാണ് നമ്മൾ ആ ദശാകാലത്ത് അനുഭവിക്കുന്നത്. നമ്മൾ എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ ആ തെറ്റുകളുടെ എല്ലാം ഫലം അനുഭവിക്കുന്ന ഒരു ദശാകാലമാണ് ശനി ദശാകാലം. അതുകൊണ്ട് തന്നെ കർമ്മഫലങ്ങളുടെ ദേവനാണ് എന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ദോഷങ്ങൾ ഒരു പരിധിവരെ നമുക്ക് അതിജീവിക്കുവാനായിട്ട് സാധിക്കും. ശനി ഭഗവാൻ പെട്ടെന്ന് പ്രസാദിക്കുന്ന ഒരു ദേവനാണ്. എങ്ങനെയാണ് ശനി ഭഗവാനെ നമ്മൾ പ്രീതിപ്പെടുത്തേണ്ടത്? നമ്മളിങ്ങനെ റോഡിൽ കൂടെ പോകുമ്പോൾ റോഡിലൊക്കെ ധാരാളം ബോർഡുകൾ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത് കാണാം, ഇല്ലേ? ഇത്ര കിലോമീറ്റർ സ്പീഡിലേ പോകാൻ പാടുള്ളൂ, ഇവിടെ ആക്സിഡൻ്റ് ഉണ്ടാകാൻ സാധ്യതയുള്ള റോഡുകളാണ്, അങ്ങനെ എഴുതിയിട്ടുള്ള ബോർഡുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചിലയിടത്ത് എഴുതും കുഴികളുണ്ട് സൂക്ഷിക്കുക, ചിലയിടത്ത് ഇവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല. ഇങ്ങനെയുള്ള ധാരാളം ബോർഡുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ബോർഡുകൾ അനുസരിച്ചിട്ട് സൂക്ഷിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് അപകടം സംഭവിക്കുകയില്ല. അതുപോലെ തന്നെയാണ് ഈ ശനിയുടെ അപഹാരകാലങ്ങളും ശനിദശാകാലങ്ങളും. ചില അപകടങ്ങൾ നമുക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. ആ കാര്യം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുകയും അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുകയും നമ്മൾ സ്വയം നിയന്ത്രിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ശനി നമ്മളെ ബാധിക്കുകയില്ല. ഹനുമാൻ സ്വാമിയെ നിർബന്ധമായും പ്രാർത്ഥിക്കണം. ഹനുമാൻ സ്വാമിയെ നിർബന്ധമായും പ്രാർത്ഥിച്ചാൽ ശനി അടുത്തുപോലും വരില്ല. അതുപോലെ തന്നെ മഹാദേവനെ നിർബന്ധമായും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ശനി ഭഗവാന്റെ ഉപദ്രവം ഉണ്ടാവുകയില്ല. ശനീശ്വര ഭഗവാനെ പ്രാർത്ഥിക്കണം. അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കണം. ഈ കന്നിമാസത്തിൽ എല്ലാ ശനിയാഴ്ചയും വെങ്കടേശ്വര സ്വാമിക്ക് വേണ്ടി വ്രതമെടുത്ത് പ്രാർത്ഥിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ശനി ഭഗവാന്റെ ഉപദ്രവം തീർത്തും ഉണ്ടാവുകയില്ല എന്ന് വിശ്വസിക്കുക. നമ്മുടെ ജീവിതത്തിൽ വളരെയധികം നിയന്ത്രണങ്ങൾ വരുത്തേണ്ടുന്ന സമയമാണ് ശനിദശാകാലം. നമ്മൾ വീട്ടിലിരുന്ന് സംസാരിക്കുന്ന രീതിയിലായിരിക്കില്ല നമ്മൾ ഓഫീസിൽ പോയി സംസാരിക്കുന്നത്. നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളോട് സംസാരിക്കുന്ന രീതിയിലല്ല നമ്മൾ നമ്മുടെ ഓഫീസ് മേധാവികളോട് സംസാരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനോ അമ്മയോ അതല്ലെങ്കിൽ മറ്റാരെങ്കിലോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് തർക്കിക്കും, അല്ലേ? സ്വാഭാവികമായി തർക്കിക്കും. അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അതേ കാര്യം നമ്മുടെ ഒരു മേലധികാരിയാണ് പറയുന്നതെങ്കിൽ
ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മിണ്ടാതിരിക്കും. എന്തുകൊണ്ടാണ്? വീട്ടിലിരുന്ന് സംസാരിക്കുന്ന അതേ രീതിയിൽ അവിടെ സംസാരിച്ചാൽ നമുക്ക് പ്രശ്നമുണ്ടാകും എന്ന് നമുക്ക് വളരെ കൃത്യമായി അറിയാം. അപ്പോൾ എവിടെ പ്രശ്നമുണ്ട്, എവിടെ പ്രശ്നമില്ല എന്ന് തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ വിജയം. അതുപോലെ തന്നെ ഈ ശനിദശ കാലഘട്ടത്തിൽ പൂർണ്ണമായ നിയന്ത്രണങ്ങൾ നമ്മുടെ വാക്കിലും പെരുമാറ്റത്തിലും ചിന്തയിലും ഉണ്ടാകണം. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നമ്മുടെ ഇങ്ങനത്തെയുള്ള സമയമാണ്. ഇവിടെ പലതരത്തിലുള്ള അബദ്ധങ്ങൾ പറ്റാനുള്ള സാധ്യതയുണ്ട്, പലതരത്തിലുള്ള ചതിവുകളിൽ നമ്മൾ പെടാനുള്ള സാധ്യതയുണ്ട്, പലരും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള സാധ്യതയുണ്ട്, ശത്രുക്കൾ വളരെയധികം വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട്, പലരും ചതിക്കുഴിയിൽപ്പെടുത്തി സാമ്പത്തികമായി വളരെയധികം നഷ്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുള്ള സമയമാണ് ഈ കാലഘട്ടം. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ മനസ്സിൽ എന്ത് വേണം? ഇത് നമ്മുടെ നല്ല സമയമല്ല, നമുക്ക് ആപത്തുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നമ്മൾ അനുഭവിക്കും ആ കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവൃത്തികൾ വളരെ സൂക്ഷിച്ചു ചെയ്യണം എന്ന ഒരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലും ചെവിയിലും ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമ്മളോട് ഒരാളൊരു കാര്യം വന്ന് പറഞ്ഞാൽ, നമുക്ക് ആ ലോൺ എടുക്കാം അല്ലെങ്കിൽ ആ ബിസിനസ് ചെയ്യാം ഇങ്ങനെയൊക്കെ വന്ന് പറയും, നമ്മൾ എടുത്തു ചാടി തീരുമാനമെടുക്കരുത്. വളരെ ശ്രദ്ധിച്ച് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക. അതുപോലെ തന്നെ ഒരുപാട് ദേഷ്യപ്പെടാനും വഴക്കുണ്ടാക്കാനും ഒക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു കാലഘട്ടത്തിൽ. സ്വയം നിയന്ത്രിക്കുക. അതിനൊരൊറ്റ മാർഗമേ ഉള്ളൂ, നാമജപം. ഒരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കി അതനുസരിച്ചിട്ട് നമ്മുടെ പ്രവർത്തികൾ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ശനി ഭഗവാൻ നമ്മളെ ഉപദ്രവിക്കത്തില്ല. കാരണം കർമ്മങ്ങളുടെ ഫലം മാത്രമേ ശനി ഭഗവാൻ നമുക്ക് നൽകുകയുള്ളൂ. അതിനായിട്ട് നമ്മൾ നിത്യവും പ്രാർത്ഥിക്കണം. നിത്യവും നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പം തന്നെ നമുക്ക് ഈ ദോഷമുണ്ട് എന്ന് നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. അതായത് നമുക്ക് ഇങ്ങനെയുള്ള അബദ്ധങ്ങളിൽ ചെന്നു ചാടാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മളെ തന്നെ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നിത്യവുമുള്ള പ്രാർത്ഥന. ഒന്നുകിൽ രാവിലെയോ അല്ലെങ്കിൽ സന്ധ്യയ്ക്കോ നിത്യവും പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മൾ തന്നെ ഒന്ന് ബോധ്യപ്പെടും, നമുക്ക് ഈ കുഴപ്പമുണ്ട്. പ്രാർത്ഥിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ആ ബോധ്യം വരികയില്ല. അതുപോലെ കഴിയുന്ന സമയങ്ങളിലൊക്കെ തന്നെ ശിവക്ഷേത്ര ദർശനം നടത്തുക, ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക, ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്ര ദർശനം നടത്തുക. അതുപോലെ ഈ കന്നിമാസത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ശനിയാഴ്ച ദിവസങ്ങളിൽ വെങ്കടേശ്വര സ്വാമിയെ പ്രാർത്ഥിക്കുക. ഇനി പ്രധാനമായും നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ടുന്ന പ്രാർത്ഥന, അത് എല്ലാ ദിവസവും നിങ്ങൾ സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിക്കുമല്ലോ, അല്ലെങ്കിൽ രാവിലെ എപ്പോഴാണോ നിങ്ങൾക്ക് സമയം കിട്ടുന്നത്, സന്ധ്യയാണ് ഏറ്റവും ഉത്തമം. അതല്ല സന്ധ്യയ്ക്ക് സാധിക്കുന്നില്ലെങ്കിൽ രാവിലെ വിളക്ക് തെളിയിക്കുമ്പോൾ വിളക്കിൻ്റെ കൂടെ മറ്റൊരു മൺചിരാതിൽ ഒരു എള്ളുതിരി കൂടി കത്തിക്കുക. നിങ്ങൾ കടയിൽ പോയിട്ട് ഒരു 1/2 കിലോയോ 1/4 കിലോയോ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറുത്ത എള്ള് മേടിച്ചിട്ട് ഒരു ടിന്നിലിട്ട് അടച്ചു വെക്കുക, നിങ്ങളുടെ പൂജാമുറിയിൽ അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്ന ശുദ്ധമായ പ്രദേശത്ത്. എന്നിട്ട് നിങ്ങൾ കടകളിൽ പോയി കഴിഞ്ഞാൽ വളരെ വിലക്കുറഞ്ഞ ഈ കോറത്തുണി പോലെയുള്ള തുണികൾ കിട്ടും. അങ്ങനെ കുറച്ച് കോറത്തുണി മേടിക്കുക. എന്നിട്ട് വളരെ ചെറിയ എള്ളുതിരികൾ നിങ്ങൾ കെട്ടുക. എള്ളുതിരി എല്ലാവർക്കും കെട്ടാനായിട്ട് അറിയാം. ചെറുത് മതി, ഒരുപാട് വലിപ്പമുള്ള നമ്മൾ ക്ഷേത്രത്തിലൊക്കെ കൊടുക്കുന്ന അത്രയും വലിപ്പമുള്ള വേണ്ട. വളരെ ചെറിയ എള്ളുതിരികൾ നിങ്ങൾ കിഴിയായിട്ട് കെട്ടുക. എന്നിട്ട് എല്ലാ ദിവസവും നിങ്ങൾ കുറച്ച് എള്ളെണ്ണ ഒരു മൺചിരാതിലേക്ക് ഒഴിച്ചിട്ട് ഈ എള്ളുതിരി അതിനകത്ത് വെച്ച് ഒന്ന് മുക്കി ആ എള്ളുതിരിയും കൂടെ ഈ നമ്മൾ നിലവിളക്ക് കത്തിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ തൊട്ടടുത്തായിട്ട് വെച്ച് കത്തിക്കുക. എന്നിട്ട് പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്നിട്ട് ഓം ശം ശനൈശ്വരായ നമഃ എന്ന് 18 തവണ എല്ലാ ദിവസവും ജപിക്കുക.
അതിനുശേഷം നമഃശിവായ മന്ത്രം ജപിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഭഗവാനെ മഹാവിഷ്ണുവിനെ സ്തുതിക്കാം, അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഇത് നമ്മൾ ശനീശ്വര ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ട് വിഘ്നേശ്വരനെ നിർബന്ധമായും പ്രാർത്ഥിക്കണം. വിഘ്നേശ്വരനെ സ്തുതിച്ചതിന് ശേഷം വേണം മൺചിരാത് തെളിയിക്കാനായിട്ട്. എത്ര പേർക്ക് ശനിദോഷമുണ്ടോ, നിങ്ങളുടെ വീട്ടിൽ എത്ര പേർക്ക് ശനിദോഷമുണ്ടോ അത്രയും മൺചിരാത്, ഓരോ മൺചിരാതും ഓരോരുത്തർ തെളിയിച്ച് പ്രാർത്ഥിക്കണം. അതിനുശേഷം നമഃശിവായ മന്ത്രം ജപിക്കാം. ഇതൊരു സാധന പോലെ ദിവസവും ചെയ്യണം. പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് ചെയ്യണ്ട, അല്ലാത്ത സമയങ്ങളിലൊക്കെ തന്നെ നിർബന്ധമായും ചെയ്യണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ശനി ഭഗവാന്റെ ദോഷം നോട്ടം നിങ്ങൾക്കുണ്ടാവുകയില്ല. എല്ലാ ദിവസവും ഇത് ചെയ്യണം. പീരീഡ്സ് ആയിരിക്കുന്ന സമയം ചെയ്യണ്ട എന്നുള്ളതേ ഉള്ളൂ. ബാക്കി ദിവസങ്ങളെല്ലാം ഇത് ചെയ്യണം. അപ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു ബോധ്യം വരും. നമ്മുടെ മനസ്സ് എല്ലാ ദിവസവും ഇത് ചെയ്യുമ്പം സൂക്ഷിക്കണം എന്നുള്ള ഒരു അലാറം നമുക്കെപ്പോഴും തരും. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചിരിക്കുകയും ചെയ്യും. മഹാദേവനെ പ്രാർത്ഥിക്കണം, അത് നിർബന്ധമാണ്. പ്രദോഷ വ്രതങ്ങളൊക്കെ എടുക്കണം. പ്രദോഷ ദിവസങ്ങളിൽ വ്രതം എടുത്തില്ലെങ്കിലും പ്രാർത്ഥന അത് നിർബന്ധമായും ചെയ്യണം. ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്ര ദർശനം അത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഈ കന്നിമാസത്തിലെ ശനിയാഴ്ച പ്രാർത്ഥന, വെങ്കടേശ്വര സ്വാമിയോടുള്ള പ്രാർത്ഥന, ഗണപതി ഭഗവാനോടുള്ള പ്രാർത്ഥന, ഇതൊക്കെ വളരെ നിർബന്ധമായും ചെയ്യണം. ഇനി മറ്റൊരു കാര്യം, നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെ ആൽമരം കാണാറുണ്ട്. ഈ ആൽമരത്തിന് നിങ്ങൾ പോകുന്ന സമയങ്ങളൊക്കെ തന്നെ വൈകുന്നേരമല്ല, രാവിലെ എപ്പോഴൊക്കെ നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്നുണ്ടോ ആ ക്ഷേത്രത്തിൽ ആൽമരമുണ്ടെങ്കിൽ ആ ആൽമരത്തിന് 11 തവണ വലം വെച്ച് പ്രാർത്ഥിക്കണം. 11 പ്രദക്ഷിണം ആൽമരത്തിന് ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതും ശനിദോഷ നിവാരണത്തിന് അങ്ങേറ്റം ഉത്തമമാണ്. പ്രാർത്ഥിച്ചാൽ, നമ്മൾ വേണ്ട വിധത്തിൽ പ്രാർത്ഥിച്ചാൽ ശനി ഗുണം മാത്രമേ നൽകൂ. പക്ഷേ പ്രാർത്ഥിച്ചില്ല, ഇത് നമ്മുടെ ദോഷ സമയമാണ്, വരുന്നത് പോലെ വരട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടേ ശനി പോകും. പക്ഷേ സൂക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ശ്രദ്ധയോടുകൂടി ഇരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ശനി ഭഗവാൻ അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകും. അത് 100% ഉറപ്പാണ്. ആ സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ കൂടെ ആരൊക്കെയുണ്ട്, ആരാണ് നമ്മളെ യഥാർത്ഥത്തിൽ സംരക്ഷിക്കുന്നത്, ആരാണ് നമ്മളോട് സ്നേഹമുള്ളത്, ആരാണ് നമ്മളെ ചതിക്കാനായി വരുന്നത്. ഇതൊക്കെ നമുക്ക് ആ സമയം, ആ ഒരു പരീക്ഷണ കാലമാണ് അത്. നമ്മുടെ ഈ ശനിദശാകാലം എന്ന് പറയുന്നത് ഒരുപാട് പഠിപ്പിക്കും നമ്മളെ. ശരിയും തെറ്റും, എങ്ങനെ ജീവിക്കണം, ഏത് രീതിയിൽ ചിന്തിക്കണം, എങ്ങനെ ക്ഷമയോടുകൂടി ഇരിക്കണം, ഇതൊക്കെ നമുക്ക് ഒരുപാട് പാഠങ്ങൾ തരുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ കാലം കഴിയുമ്പോൾ നമുക്ക് വലിയ ഉയർച്ചയാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ശരിയും തെറ്റും നമുക്ക് വേർതിരിച്ച് അറിയാനുള്ള ഒരു അവസരമാണ്. പിന്നീട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് നമ്മൾ സന്തോഷത്തോടു കൂടി ജീവിക്കും. അതുകൊണ്ട് തന്നെ ശനിയുടെ അപഹാരമാണ് അല്ലെങ്കിൽ ശനിദശാകാലമാണ് എന്ന് കരുതി ആരും തന്നെ ഭയക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ കൃത്യമായി ചെയ്താൽ, ഈ പ്രാർത്ഥനയും ഈ വഴിപാടുകളും ഈ ശ്രദ്ധയുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഈ ശ്രദ്ധയുമൊക്കെ കൊണ്ടുവന്ന് എല്ലാ നിയന്ത്രണങ്ങളോടും കൂടി നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാ ദോഷങ്ങളും അകന്ന് വളരെ സ്വസ്ഥമായും സമാധാനമായും നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. ആ കാലഘട്ടം ഒന്ന് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തൊക്കെ കാര്യങ്ങളായിരുന്നു നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നത്, എവിടെയൊക്കെയാണ് നമുക്ക് തെറ്റുപറ്റാൻ സാധ്യതയുണ്ടായിരുന്നത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കും. എവിടെയെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഈ ശനിദശാകാലത്താണെങ്കിൽ അതിൻ്റെ ഫലം ലഭിക്കുകയും ചെയ്യും. അതൊരു പഠനമാണ്. പിന്നീട് നമ്മൾ എന്ത് ചെയ്യത്തില്ല, ആ തെറ്റ് ആവർത്തിക്കത്തില്ല. അങ്ങനെ നമ്മളെ ഒന്ന് ശുദ്ധീകരിക്കുന്ന ഒരു സമയമാണ്
ഈ ശനിദശാകാലമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് സമാധാനത്തോടു കൂടി പ്രാർത്ഥിച്ച് നാമം ജപിച്ച് വഴിപാടുകൾ ചെയ്ത് ആ ചിന്തയിലിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നല്ല ഫലങ്ങളായിരിക്കും ഭഗവാൻ കൊണ്ടുതരുന്നത്. അതിനുശേഷമുള്ള നിങ്ങളുടെ ജീവിതം വളരെയധികം ഐശ്വര്യപൂർണമാവുകയും ചെയ്യും. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.